പ്രേമ എല്ലാ രീതിയിലും നമ്മുടെ പ്രിയപ്പെട്ട സിനിമയാണ്. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തെപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ. നേരം എന്ന് പറഞ്ഞ സിനിമയിലാണ് സിനിമ എന്ന് പറയുന്ന ഇതിൽ അഭിനയിക്കാൻ പറ്റും. ആണോ? നോക്കിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഇയാൾ നിൽക്കുന്നത്. വല്ല ജവാന്മാരോ വല്ല അറ്റാക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇയാളെന്താണ് കമൺ ഷർഫുദ്ദീൻ കേറിയിട്ട് എത്രയും വേഗം. ഓ മൈ ഗോഡ്, അതാ റിലീസായി പോയ പുള്ളി അതിർത്തിയിലാണ്. എന്താണ് വെച്ചാൽ ചൈനയിൽ വല്ല നോഞ്ഞേറ്റവും പല്ലിന് പ്രശ്നമുള്ളവരെ മുടി അങ്ങനെ വളർത്തിയൊക്കെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അത് ഭയങ്കര ഇതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതാണ്. എനിക്ക് പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരിക്കലും അല്ലേ ചേട്ടാ? അടുത്ത അമലേട്ടന്റെ അൽഫോൺസിന്റെ പടം പോകുന്നുള്ള സീതോണം. ഹിമാലയം മൗണ്ട് എവറസ്റ്റ് ഒന്നാട്ടോ മക്കളെ. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായത് ആലുവ തന്നെ. എന്റെ വീട് ആലുവയിലാ. ആണോ? എന്റെ വീട് പഞ്ചാബിലാ. മാറിപ്പോയില്ല. മരുഭൂമിയിൽ വെച്ചായിരുന്നല്ലോ ഷൂട്ടിംഗ് ഒക്കെ. അപ്പം അതിന്റെ ഇടയ്ക്ക് ലെവൽ ക്രോസിന്റെ സെറ്റിൽ ആർക്കും എന്തോ അപകടം എന്തോ സംഭവിച്ചു എന്നൊക്കെ എനിക്കറിയില്ല. ഓൺലൈൻ ചാനലായതുകൊണ്ട് എന്തായാലും വിശ്വസിക്കണം. അതാണ്, വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമുള്ളത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തെപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ. ഹേ ഹലോ എവ്രിവൺ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കളർഫുൾ സ്റ്റോറീസിൽ നിന്ന് കൂടുതൽ കളർഫുൾ ആക്കാൻ എന്റെ കൂടെയുള്ള നമ്മുടെ മൈൽസ്റ്റോണിന്റെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഷർഫുദ്ദീൻ ഒക്കെയാണ്. ഇക്ക, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. താങ്ക് യു. എന്താ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ചോദിച്ചല്ലേ ഉള്ളൂ, താൻ പാട്ടൊക്കെ പാടി തുടങ്ങിയല്ലേ ഉള്ളൂ. അല്ല ഒരു ഉഷാറില്ലല്ലോ. നല്ല ഉഷാറാണ്. ഉഷാറാണ്. എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മള് ഒരു മാസം മുമ്പ് ലുലുവിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, ഞാൻ എന്തായാലും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അതെന്താന്നറിയോ, ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പൊ ശരിക്കും ഒരു ടേണിംഗിൽ വെച്ചപ്പം ഞാൻ ഇക്കാനെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഇക്കാണെങ്കിൽ ഒരു 5 സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നൊരു ബ്രൗൺ കളർ. അപ്പം ഞാൻ എന്റെ ഒരു ഞെട്ടല് കണ്ടിട്ടാണെന്ന് പറയുമ്പോൾ ഇക്കും ചെറുതായിട്ടൊന്ന് ഞെട്ടി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നോ കണ്ട ഓർമ്മയുണ്ടോന്ന്. ഇല്ലേ? ഓ സോറി. ഇക്ക മുമ്പ് കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ചാനലിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. എന്തൊന്നും പറയാത്തെ? അല്ല, താങ്ക് യു. ഹിറ്റായത് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ലെവൽ ക്രോസിനെ പറ്റി സംസാരിക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം ലെവൽ ക്രോസിനെ പറ്റി ഒന്ന് പറയോ? ലെവൽ ക്രോസിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, അർഫാഷ് ആണ് ജിത്തുവിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള. അർഫാഷ് ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. ആസിഫും അമലയൊക്കെ ആയിട്ട് ഞങ്ങൾ ട്യൂണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്, ആഫ്രിക്കയിൽ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സിനിമ കണ്ടിട്ടും ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ, ലൈക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ക്രൂവിലുള്ളവരൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ആദ്യം ഒരു കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ക്യാരക്ടർ റോൾസിലൊക്കെ എത്തുന്നു. പിന്നെ ഇപ്പം നായകനാകാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്താ അതിനെപ്പറ്റി എന്താ പറയാ? നല്ല അഭിപ്രായം. എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ. എനിക്ക് നല്ല അഭിപ്രായമാണ്. അപ്പം ലൈക്ക് നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത് നമ്മുടെ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനായിരുന്നു. അതാണ് ശരിക്കും ഒരു കരിയർ ട്വിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെ, എന്തൊന്നും പറയാത്തെ? അതെ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണല്ലോ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനകത്ത് ഒരു എതിർപ്പില്ല എന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് കണ്ട ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയോ? ഇതിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇത് ഞങ്ങൾ 3 പേരാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സിനിമയുടെ ഒരു 95% ഞങ്ങൾ 3 പേര് തന്നെയാണ് ആ സിനിമയിലുള്ളത്. അപ്പം അതൊരു വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അപ്പം നമുക്ക് കണ്ട് പരിചയമുള്ള ഒരു സിനിമ രീതിയിലുള്ള സിനിമയല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പം ഒരു പുതിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു രസമുണ്ട്. ആസിഫിനെ അമലയുടെയും പെർഫോമൻസുകളാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ പെർഫോമൻസുകളും ഇപ്പോൾ അർഫാഷ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കണ്ടിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
അപ്പൊ ഇതില് എന്ത് ക്യാരക്ടറാണ്? വില്ലനാണോ? ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ പോസ്റ്ററിൽ നോക്കുവാണെങ്കിൽ നമുക്കാണെങ്കിൽ ചോരയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ കാണുന്നു, ഈ സിനിമ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ആരൊക്കെ ആരാണെന്ന് ഈ സിനിമയിൽ മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ അത് നോക്കുവാണെങ്കിൽ അഞ്ചാം പാതിര, വരത്തൻ, ഇതിനകത്തൊക്കെ ഒരു ലൈക്ക് ഒരു വില്ലൻ പോലത്തെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഇനി വരുന്ന ക്യാരക്ടേഴ്സിലേക്കൊക്കെ ഏതാ കൂടുതൽ ഇഷ്ടം? മുമ്പ് ചെയ്ത പോലത്തെ ഹ്യൂമറസ് ക്യാരക്ടർ ആണോ അതോ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണോ? എനിക്ക് ഹ്യൂമറസ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. വില്ലൻ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഒന്നിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ചൊരു സ്ലോ പേസ്ഡ് മൂവീസ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവീസ് എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് സിനിമകളും ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട്, ഫാമിലി ഡ്രാമാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഞാൻ കുറച്ചും കൂടി കോമഡി സിനിമകൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ അതില്. അപ്പൊ ഇപ്പൊ ഇത്രയും സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി ആ ഒരു കോമഡി ക്യാരക്ടറിലോട്ട് പോകുമ്പോൾ ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യും? അറിയില്ല, അപ്പം അക്സെപ്റ്റ് ചെയ്യട്ടെ, എല്ലാം പ്രതീക്ഷയോട് കൂടി തന്നെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. ചെറിയ സെഗ്മെന്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് മൂവി റിലേറ്റഡ് ആണ്. ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് മൂവി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. ഒടുവിൽ കൊക്കയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന നായകൻ. ആ മൂവിനെ പറ്റി ഒന്ന് പറയണേ. ഒടുവിൽ കൊക്കയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന നായകൻ, അത് ഏത് മൂവിയിൽ അങ്ങനെ ഒരു രംഗമുള്ളത്? പറഞ്ഞു. ഹലോ, നീ എപ്പോ എന്ത് ഉത്തരം അറിയോ? ഓ, ഫ്രണ്ട്സാ. പക്ഷെ നീരാളി എന്നൊക്കെ പറഞ്ഞ സിനിമയുണ്ട്, പക്ഷെ ഫ്രണ്ട്സിലുണ്ട്. സൗണ്ടോ? എടാ എനിക്ക് ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു. ഓക്കെ, സ്വന്തം കൂട്ടുകാരിയുടെ പ്രണയം ജീവിതമാക്കിയ സഹയാത്രിക. സ്വന്തം കൂട്ടുകാരിയുടെ പ്രണയം ജീവിതമാക്കിയ സഹയാത്രിക. എല്ലാരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കൊടുക്ക. ഒരു ഐഡിയ ഇല്ല. ചോദ്യം കറക്റ്റ്. സ്വന്തം കൂട്ടുകാരി. ഇപ്പൊ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, അപ്പൊ ആ കൂട്ടുകാരിക്ക് ഒരു ചെക്കനുണ്ട്, ആ ചെക്കനെ ഞാൻ തട്ടിയെടുത്തു. അപ്പം അങ്ങനത്തെ ഒരു സിനിമ. ഓ, എനിക്കൊരു കൂട്ടുകാരുണ്ട്, കൂട്ടുകാരിയുടെ ചെക്കൻ. വിക്കി ക്രിസ്റ്റീന ബാസലോണ. അതാരാ? അങ്ങനെ സിനിമ. വിക്കി ക്രിസ്റ്റീനെ അതാരാ? അങ്ങനെ സിനിമയുണ്ട്. അല്ല, ഞാൻ മലയാളത്തിൽ. ക്ലൂ വേണോ? ആ, വേണം. ദിലീപേട്ടന്റെ പടം. സ്വന്തം കൂട്ടുകാരിയെ ഓ, നമ്മുടെ ഇത് ബോഡിഗാർഡ്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പൊ ട്രിക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഭർത്താവിന്റെ ഫിസിക്കൽ അസോൾട്ടും സ്വന്തം കൂട്ടുകാരുടെ റിജക്ഷനും കൊണ്ട് ഒറ്റയ്ക്ക് പൊരുതി ബിസിനസ് ചെയ്ത നായിക. ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലേ? ആണോ? ഓക്കെ. കോർപ്പറേറ്റ് കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി കല്യാണം കഴിച്ച നായിക. ഒന്നോടൊന്ന് ഏറ്റവും സിമ്പിൾ. മറ്റേ ഇതാണ് ജിത്തുവിന്റെ മറ്റേ പടം അല്ലേ? അല്ലേ? സത്യം പറ, ഇവര് പറഞ്ഞു തരുന്നില്ലേ? അത്ര ഇതല്ല, എനിക്കറിയാം. മൈ ബോസ്. ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഇനി അടുത്തത്, സീരിയൽ കണ്ട് അഡിക്റ്റായി സ്ക്രിപ്റ്റ് റൈറ്ററെ വിവാഹം ചെയ്ത നായിക. മറ്റേ ആ സ്പൂഫ് പടം അല്ല, അതല്ല അല്ലേ? സീരിയൽ കണ്ട് അഡിക്റ്റായി സ്ക്രിപ്റ്റ് റൈറ്ററെ കല്യാണം കഴിച്ച നായിക. ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി അല്ലല്ലോ? അല്ല, ഞാൻ പറയാം. സീരിയൽ കണ്ട് അഡിക്റ്റായി. ഓ, എനിക്കറിയില്ല. ഏതൊക്കെ ദിവസമാണ് ഒരു ആഴ്ചയിലുള്ളത്? ഏതൊക്കെ ദിവസമാണ് ഒരാഴ്ചയിലുള്ളത്? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, മൺഡേ ടു ഫ്രൈഡേ. സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ദിവസങ്ങളാണ്? മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയാ. കണ്ടിട്ടില്ല? നമ്മുടെ റിമി ചേച്ചിയുടെയും ജയറാമേട്ടന്റെയും കണ്ടിട്ടില്ല? ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും ലെവൽ ക്രോസ്. ഇതിലും മറ്റേ കോടിപതിയിൽ പോയി മത്സരിക്കായിരുന്നല്ലോ. ഇത് പാടാണത്. ഓക്കെ, ലെവൽ ക്രോസിലായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ മൂവിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ എങ്ങനെയായിരുന്നു?
ഇന്നോവ ആയിരിക്കും. അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഈ ഒരു ക്യാരക്ടറിലോട്ട്. അല്ല ഞാൻ എന്നെ അർഫാഷ് ഒന്ന് കഥ പറയായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലൈൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും എൻ്റെ അടുത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടിരുന്ന്, ഞാൻ ഇവിടെ ട്രാവലിലായിരുന്നു അപ്പോഴാണ് വിളിച്ച് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കേട്ടു. അങ്ങനെ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണ്ടി വരുമല്ലോ. ഇപ്പം കുറെ നാള് ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സീരിയസ് ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ അതിനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ടാവും. നമ്മൾ പൊതുവായിട്ട് നമ്മൾ കുറച്ച് സിനിമകൾ കണ്ടതിൻ്റെയും നമ്മൾ ചിലപ്പോൾ കുറച്ച് ബുക്സൊക്കെ വായിച്ചതിൻ്റെയൊക്കെ ഒരു ധാരണകളുണ്ടാവും. ഇയാളല്ല നല്ലവൻ, ഇയാൾ മോശമാണ്, ഇയാൾ തമാശക്കാരനാണ്, ഇയാൾ പാവമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകും. പക്ഷേ ക്യാരക്ടറിൻ്റെ ഒരു മൈൻഡ് മനസ്സിലാവുക എന്നുള്ളതാണ്. പിന്നെ ഈ ഗെറ്റപ്പും ബാക്കി നമ്മളെങ്ങനെ അങ്ങനെ ആവുന്നു എന്നുള്ളതൊക്കെ ഡയറക്ടറും ബാക്കിയുള്ള ടീമൊക്കെ കൂടി ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ അഭിനയിക്കുന്ന ആളുടെ കൂടെയുള്ള വൈബ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആസിഫിക്കായിട്ടുള്ള ഒരു വൈബ് എങ്ങനെയുണ്ട്? ആസിഫായിട്ട് ഞാൻ ഭയങ്കര ബേസിക്കലി ഞങ്ങള് ഇതിനു മുമ്പ് കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന സിനിമ രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ യാത്ര, കേരളത്തിലെ സിനിമയില്ല, ഞങ്ങൾക്ക് രാജസ്ഥാനിൽ ട്യൂണീഷ്യയിലും ഫുൾ ട്രാവലിംഗ് സിനിമ. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ സമയം ഫ്രീ ടൈം എല്ലാം കിട്ടും. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടാളും പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ബാക്ക് ബെഞ്ചേഴ്സ്, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വൈബ് മനസ്സിലാവുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ലൈക്ക് നമുക്ക് ഈ ഫ്രണ്ടിലെ ഭയങ്കര നല്ല കുട്ടി ഇമേജിനോട് ഒരു പേടി ഉണ്ടാവും. അത് അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം ഞാൻ ഇപ്പൊ ഒരു ഇത് കേട്ടു, ഇനി പുതിയ അമൽ നീര ചിത്രത്തില് ചേട്ടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് എങ്ങനത്തെ ഒരു ക്യാരക്ടർ? ഏകദേശം ഇതുപോലത്തെ തന്നെ സീരിയസ് ക്യാരക്ടർ ആണോ? ഒരു ക്യാരക്ടറാണ്. സീരിയസ് ക്യാരക്ടറാണ് കൂടുതൽ ചെയ്യാൻ പോകുന്നത് തോന്നുന്നു. അല്ല, ഞാൻ ആക്ച്വലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഇത് ലെവൽ ക്രോസ്. അടുത്ത സിനിമ കുറച്ചും കൂടി ഇപ്പൊ റിലീസാവുന്ന ലെവൽ ക്രോസ്. അമലന്റെ പടത്തിൽ കുറച്ചൊരു ആ സിനിമയ്ക്ക് ചേർന്ന രീതിയിലുള്ള കഥാപാത്രമാണ്. പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇപ്പോൾ ചിലപ്പോൾ ഓണത്തിനൊക്കെ ഇറങ്ങുന്ന ഞാനും വിനയ് ഫോട്ടൊക്കെ കൂടി ചെയ്തൊരു സിനിമയുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാമിലി ഡ്രാമയാണ്. അത് കഴിഞ്ഞ് റിലീസാവാൻ പോകുന്നത് ഹലോ മമ്മി എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയ സിനിമയാണ്. ഹലോ മമ്മി ഞാനും ഐശ്വര്യലക്ഷ്മിയും ജോമോൻ എല്ലാവരും ഉള്ളൊരു സിനിമയാണ്. ജോണി ആന്റണി ചേട്ടൻ എല്ലാവരും ഉള്ള സിനിമയാണ്. ഭയങ്കര തമാശ സിനിമയാണ്. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയാണ്. അതും ഭയങ്കര, അതെ, അതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്നത് അമല ചേച്ചിയാണ്. അപ്പോ ചേച്ചി എങ്ങനെയാ സെറ്റിലൊക്കെ? വേറെ നമ്മളിപ്പം പുറത്തുനിന്ന് വന്നൊരു പോയ ആളല്ലേ? അയ്യോ അങ്ങനെയല്ല, എന്നാലും ചേച്ചി കൂടുതൽ നമ്മള് തമിഴിലും തെലുങ്കിലൊക്കെ ആണല്ലോ കൂടുതൽ കാണുന്നത്. അപ്പൊ ചേച്ചി ആണെങ്കിൽ നമ്മുടെ സെറ്റിൽ എങ്ങനെയാ, ലൈക്ക് ഭയങ്കര ജോളി ടൈപ്പ് ആണോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു കുട്ടിയാണ്. അല്ലടോ, ആക്ച്വലി നമ്മൾ അങ്ങനെ ഇപ്പോ ഇവരെ അമലാപോളിനൊന്ന് നിരീക്ഷിച്ചു കളയാം. തെലുങ്കിന്ന് വന്ന അമലാപോൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മള് ഓക്കെ വന്ന് മിണ്ടുന്നു സംസാരിക്കുന്നു, ലൈക്ക് ഭയങ്കര ഓക്കെയാണ്. അത് അങ്ങനെ നമ്മൾ ആരെയും നിരീക്ഷിക്കാനും ഇതില്ല. നമുക്ക് തന്നെ 100 ടെൻഷനായിട്ട് നമ്മൾ അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ നിൽക്കുമായിരിക്കും വേറൊരാള്. പക്ഷെ നമ്മളുള്ള ആ സെറ്റപ്പിലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ആ സിനിമയുടെ ഷൂട്ടും. ഞങ്ങൾ സ്റ്റേ ചെയ്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ഈവനിങ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ടീസർ നോക്കുകയാണെങ്കിൽ ഒരു മരുഭൂമി പശ്ചാത്തലത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പം ഇതിന്റെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ടുണീഷ്യയിലായിരുന്നു. ആഫ്രിക്കൻ കൺട്രിയാണ് ടുണീഷ്യയിലാണ് ഇതിന്റെ ഷൂട്ട് നടന്നത്. ആദ്യം തന്നെ മൊറോക്കോയിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്തത്. എന്നിട്ട് പിന്നെ അവിടെ എന്തോ ടെക്നിക്കൽ റീസൺ കൊണ്ട് ടുണീഷ്യയിലേക്ക്. ടുണീഷ്യയിൽ ആക്ച്വലി അങ്ങനെ ഇങ്ങനെ സിനിമ നടക്കാറില്ല. ഇപ്പോൾ ഡ്യൂൺ എന്ന് പറഞ്ഞ സിനിമ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സിനിമ നമ്മൾ ടുണീഷ്യയുടെ ക്യാപിറ്റലിന്റെ പേര് അറിയും? എനിക്കറിയില്ല. ടൂണിസ്. അപ്പം ട്യൂണീഷ്യന്റെ ക്യാപിറ്റൽ പേര് ട്യൂണിസ്. എനിക്കും അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ അവിടെ ചെന്നാണ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 8 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ലൊക്കേഷനിൽ. എന്ന് വെച്ചാൽ ട്യൂണീഷ്യയുടെ നോർത്ത് എൻഡിൽ നിന്ന് സൗത്ത് എൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് സഹാറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ സഹാറയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഭയങ്കര വേറൊരു കൾച്ചറിലുള്ള വേറെ സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ സിനിമ ഷൂട്ടിന്റെ ഭാഗമായിട്ടുള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ട്യൂണീഷ്യ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പോസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഫിക്ക നമ്മളെപ്പോഴും കാണുന്ന ഒരു ലുക്കല്ല, പല്ലിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ.
അത് ലൈക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ കാണണം, സിനിമ തീർന്നു കഴിഞ്ഞാലാണ് ഈ സിനിമ തീരുമ്പോഴാണ് രണ്ടിപ്പോ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഈ പല്ലിന് പ്രശ്നമുള്ളവരെ മുടി അങ്ങനെ വളർത്തിയവരൊക്കെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അത് ഭയങ്കര ഇതാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതാണ്. അയ്യോ ഞാൻ അങ്ങനെയല്ല അല്ലേ ബ്രോ? അത് ആ രീതിയിലാണ് അതിനെ വളച്ചൊടിച്ചതാണ് അല്ലേ? അല്ലേ? അയ്യോ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം ഇതുവരെ നമ്മൾ കാണാത്തൊരു ക്യാരക്ടറിലാണല്ലോ കണ്ടേക്കുന്നേ. അതെ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ ഓക്കെയാണ്. സോറി. എന്നോട് വെറുതെ അത് വെറുതെ ചുമ്മാ പറഞ്ഞല്ലേ. അല്ല, ഒരു ഭീകരനായിട്ടാണ് നമുക്ക് ഡിസൈൻ അയക്കുന്നല്ലോ. അങ്ങനത്തെ ഒരു ആടുജീവിതം ആ ഒരു ഇതുപോലെയാണോ? മരുഭൂമിയും പിന്നെ ആ ഒരു ലുക്കൊക്കെ ഇങ്ങനെ കണ്ടാ പിന്നെ ആടുജീവിതമായി. അല്ല അങ്ങനെ ചോദിച്ചതാ. അത്രേ ഉള്ളൂ അല്ലേ? അല്ല ഞാൻ ചോദിച്ചതാ. ആണോ? അല്ലല്ലേ? അല്ല, അത് വേറെ ടൈപ്പ് ഓഫ് മനുഷ്യനും വേറൊരു രീതിയിലുള്ള മനുഷ്യനും. ആടുജീവിതത്തിൽ തന്നെ ജീവനെ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലുള്ള ഒരു ക്യാരക്ടർ അല്ല. ഇപ്പം പ്രേമത്തിന് ശേഷം അനുപമ ചേച്ചിയുടെ കൂടെയാണ് ഇനിയിപ്പോ പെറ്റല് ചെയ്യുന്നത് ആണോ? അപ്പം അതിന്റെ ഒരു ഇതൊന്ന് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപമ അതിനുശേഷം പിന്നെ വർക്ക് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. 9 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത്. എന്താ പറയാ, അപ്പം അതേപോലെ തന്നെ നമ്മളത് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. അനുപമ അന്നത്തെ അനുപമയല്ല, ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. തമിഴിലും തെലുങ്കിലൊക്കെ ഒരേ സമയം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം എന്താ പറയാ, നമ്മളുടെ വലിയ ആഗ്രഹം, നമ്മൾ ഒരു 4 വർഷം മുമ്പ് ഈ സിനിമ ഡിസൈൻ ചെയ്യുമ്പോഴേ അനുപമ എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ മാറിയപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ചേഞ്ചുകൾ വന്നെങ്കിൽ ഫൈനലി ആ സിനിമ ആ ടൈമായി ഇപ്പൊ അനുപമയുടെ കുറച്ച് ഡേറ്റ്സും കിട്ടും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ അനുപമയിലേക്ക് തന്നെ തിരിച്ചെത്തിയാണ്. ഓക്കെ. ഇപ്പം അർഫാസ് ഒക്കെയാണ് ഇതിനകത്ത് നമ്മുടെ സംവിധാനം ചെയ്യുന്നത്. അപ്പം ജിത്തു സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ. അപ്പം ജിത്തു ചേട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രയും ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഈ മൂവീസിൽ? സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഇഷ്ടമാവുന്ന എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും പറ. ട്വിസ്റ്റ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാം അല്ല, ഒരു കഥയുടേതായ ടേണിംഗ് പോയിന്റ്. സാറിന്റെ മൂവീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമല്ലോ. ഓക്കെ. അതെ, എന്താ വെച്ച് കഴിഞ്ഞാല് ജിത്തുവേട്ടന്റെ അതേ അസോസിയേറ്റ് ആണ്, അപ്പൊ അതേ രീതി. പക്ഷെ എനിക്ക് തോന്നുന്നു ജിത്തുവേട്ടന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേണിൽ നിന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല എന്ന് തോന്നുന്നു അർഫാഷ് വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു സ്വഭാവത്തിൽ ഒരു ജിത്തുവേട്ടൻ അസോസിയേറ്റ് ആണെന്ന് പറയുന്ന ഒരു ഐറ്റം ആ സിനിമയിലുണ്ട്. അതുണ്ട്. അല്ല, ഇപ്പൊ വേറൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, മരുഭൂമിയിൽ വെച്ചായിരുന്നല്ലോ ഷൂട്ടിംഗ് ഒക്കെ. അപ്പം അതിന്റെ ഇടയ്ക്ക് ലെവൽ ക്രോസിന്റെ സെറ്റിൽ ആർക്കും എന്തോ അപകടം എന്തോ സംഭവിച്ചു എന്നൊക്കെ. എനിക്കറിയില്ല, എനിക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല. ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പോ. അങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടതാ. ആണോ? ഓൺലൈൻ ചാനൽ ആയതുകൊണ്ട് എന്തായാലും വിശ്വസിക്കണം. അതാണ്, വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമുള്ളത്. സത്യമായിരിക്കും അത്. അതെ, സത്യമായിരിക്കും. ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് വീണ്ടും ഉണ്ടോ അത്? ഓക്കെ, ശരി. എണീച്ച് പോവാണോ? അല്ല, സെഗ്മെന്റിന് റെഡി ആയതാ. ഓക്കെ, ഇത് ചെറിയൊരു ദിസ് ഓർ ദാറ്റ് സെഗ്മെന്റ് ആണ്. എന്ത് ദിസ് ഓർ ദാറ്റ്? ഓക്കെ, ഞാൻ ഇപ്പൊ കുറച്ച് ദിസ്സുകൾ ചോദിക്കും, കുറച്ച് ദിസ്സുകളും ദാറ്റുകളും ചോദിക്കും. ചോദിക്കട്ടെ? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്? ഒരിക്കലും അല്ലേ? തുടങ്ങാം. സ്വയം ഒരു ധാരണയൊക്കെ ഉള്ളത് ഇത് വളരെ നല്ലതായിരിക്കും. ഞാൻ ചോദിച്ചത് അല്ല ചേട്ടാ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് രമ്യ ചേച്ചിയുടെ ഒപ്പമായിരുന്നല്ലോ. അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ടാണ്. അല്ല, ഇയാള് നോക്കിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഇയാൾ നിൽക്കുന്നത്. വല്ല ജവാന്മാരോ വല്ല ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇയാളെന്താണ്? ഓ കമോൺ ഷർഫുദ്ദീൻ കേറിണ്ട് എത്രയും വേഗം ആ സീൻ എന്താണ് വാക്കിട്ടോക്കിട്ടൊക്കെ. ഓക്കെ, റെഡി പോ. ഓക്കെ അല്ലേ? പ്രേമം ഓർ അഞ്ചാം പാതിര? പ്രേമം, അഞ്ചാം പാതിര. നല്ല ക്വസ്റ്റ്യൻ. പ്രേമമാണ് ഏറ്റവും കൂടുതൽ. പ്രേമം എല്ലാ രീതിയിലും നമ്മുടെ പ്രിയപ്പെട്ട സിനിമയാണ്.
സിനിമ എന്നുള്ള രീതിയിൽ നേരത്തിനോട് ഇനീഷ്യൽ ഫെയിം കിട്ടിയത് ആ ഒരു ആ ഫെയിം കിട്ടിയതാണ്. പക്ഷെ നേരമാണ് എന്തൊക്കെ പറഞ്ഞാലും നേരമാണ്. എന്ന് വെച്ചാൽ നേരം എന്ന് പറഞ്ഞ സിനിമയിലാണ് സിനിമ എന്ന് പറയുന്ന ഇതിൽ അഭിനയിക്കാൻ പറ്റും. അഞ്ചാം പതിരെ പ്രേമത്തിന് ശേഷം ഒരു വേറൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത്രയും അതെ പ്രേമത്തോളം തന്നെ ഒരു 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 സംഭവം കിട്ടിയ സിനിമയാണ് അഞ്ചാം പതിന. ഹിറ്റ് പടാണെങ്കിൽ എല്ലാവരും സെക്കൻഡ് പാർട്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ. അപ്പൊ എല്ലാവരും അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനും ചോദിക്കുകയാണ്, പ്രേമം 2 വരുമോ? ഓ അതെനിക്ക് അറിയില്ല. എനിക്ക് സൂപ്പർ പടമായിരിക്കും. അതെ അതെ അതെ. ശരി, ഞാൻ പറയാം, അൽഫോൺസിന്റെ അടുത്ത് പറയാം. ഓ പറയണോട്ടോ? ആ പറയാം. ഓക്കെ. നിവിൻ പോളി or ആസിഫ് അലി? ഓ മറ്റേ ദിസ് ഓർ ദാറ്റ് അല്ലത്, കുനിഷ്ട്. ആ ഇതിന് അങ്ങനെ ഇട്ടാ പോരെ, ഒറ്റയടിക്ക് ഇട്ടാ പോരെ. കുനിഷ്ട് സെഗ്മെന്റിലേക്ക് കയറാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു. നിവിൻ പോളി and ആസിഫ് അലി. നിവിൻ പോളി. ഓക്കെ. കൂടുതൽ കംഫർട്ട്. ആ ഞങ്ങള് ചെറുപ്പം മുതൽ അറിയാവുന്നവരാണ്. ആണോ? വീട് എവിടെയാ? ആലുവ തന്നെ. ആ എന്റെ വീടും ആലുവയിലാ. ആണോ? എന്റെ വീട് പഞ്ചാബിലാ, മാറിപ്പോയില്ല. ആലുവയില് ശരിക്കും എവിടെയാ? ആലുവയിൽ നെടുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ എനിക്കറിയത്തില്ല. മെട്രോ സ്റ്റേഷന്റെ അടുത്താണോ? ആ മെട്രോ സ്റ്റേഷന്റെ താഴെ നെടുവന്നൂര്. സോറി. അടുത്ത ചോദിച്ചോട്ടെ. മൗണ്ടെയിൻസ് ഓർ ബീച്ചസ്? മൗണ്ടെയിൻസ്. എന്താ ബീച്ച് ഇഷ്ടല്ല? എന്നാ പിന്നെ ബീച്ച്. എന്നാലും പറ, എന്താ മൗണ്ടൻ ഇഷ്ടം? മൗണ്ടെയിൻസ് ആണ് എനിക്ക് തോന്നുന്നു. മൗണ്ടെയിൻസ് ക്ലൈമറ്റ് വൈസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു സുഖം കൂടി ഉണ്ടല്ലോ എന്നുള്ളതാണ്. ബീച്ചിനോട് അതിന് എതിർപ്പൊന്നുമില്ല. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ചെറായി ബീച്ച്. എന്റെ ഒരു ആഗ്രഹം പറയട്ടെ, മൗണ്ടന്റെ പൊക്കത്ത് ഒരു താഴത്തോട്ടൊക്കെ ചിരിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഏത് മൗണ്ടൻ? ഏതെങ്കിലും ഒരു മൗണ്ടൻ. അങ്ങനെ കൊടികുത്തുപോലെ ഉണ്ട്. അതൊരു മലയല്ല. അങ്ങനത്തെ മൗണ്ടൻ ഒന്നുമല്ല. മൗണ്ട് എവറസ്റ്റോ ഹിമാലയോ അങ്ങനത്തെ എന്തെങ്കിലും. ഓ ഹിമാലയം മൗണ്ട് എവറസ്റ്റ് ഒന്നാട്ടോ മക്കളെ. ആണോ? സോറി, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പോട്ടെ. ഇരുത്തി അങ്ങ് അപമാനിക്കാണല്ലേ. സ്കൂൾ ലൈഫ് ഓർ കോളേജ് ലൈഫ്? സ്കൂൾ ലൈഫ്. അതെന്താ? കോളേജ് ലൈഫ് ഇല്ല. കോളേജിൽ പോയില്ല. ഇല്ല. കോളേജിൽ പോയിട്ടില്ല? ഇല്ല. അയ്യോ, അപ്പൊ വേണ്ട. കോപ്പി അടിച്ചിട്ടുണ്ടോ അപ്പൊ സ്കൂളിൽ പഠിക്കാൻ സമയത്ത്? ഇല്ല, ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല. കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഈ സ്കൂൾ ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ്, അങ്ങനത്തെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ പോലത്തെ എന്തെങ്കിലും മെയിൻ ടെസ്റ്റിൽ കോപ്പി അടിക്കില്ല. അപ്പൊ ഞാൻ ഈ പ്രേമവും പിന്നെ നമ്മുടെ മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു, ഞാൻ ആദ്യം പാട്ട് പാടി റോൾ മോഡൽസ് ഒക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. അങ്ങനെയല്ല, ഭയങ്കര ശാന്തനാണ്. ശാന്തനാണോ? അങ്ങനെ തോന്നുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ അമൽ നീരദ് മൂവി ഓർ ആൻ അൽഫോൺസ് പുത്രൻ മൂവി? ഓ അടുത്ത അമലേട്ടന്റെയോ അൽഫോൺസിന്റെയോ പടം പോകുന്നുള്ള സീനാണ്. അൽഫോൺസ് പുത്രൻ മൂവി ആണോ? ഓക്കെ. എന്താന്ന് ചോദിക്കല്ല, കാരണം പൊതുവെ എല്ലാവർക്കും അതാണ് അറിയാലോ. എന്നാലും അതൊന്ന് അല്ല, പൊതുവെ എല്ലാവർക്കും അമൽ നീരദ് ഫ്രെയിമിൽ വരാൻ ഭയങ്കര ചെയ്തല്ല. അമലേട്ടന്റെ കൂടെ ചെയ്തതാണ് വരത്തനില്. ഓക്കെ. വരത്തനില് ഇപ്പൊ ഈ പറഞ്ഞ പടത്തില് ഇത് ഞാൻ പേര് പറയട്ടെ. മെമ്മറി ലോസ് ആണല്ലേ? ഇല്ല ഞാൻ പേര് പറയാം. എനിക്കറിയാം, ബൊഗെയിൻ വില്ല എന്നല്ലേ സിനിമയുടെ പേര്. ഓ മൈ ഗോഡ്, അത് റിലീസായി പോലും ആരും അറിഞ്ഞില്ല. ഓ പുള്ളി അതിർത്തിയിലാണ്. എന്താണ് വെച്ചാൽ ചൈനന്ന് വല്ല നോഞ്ഞേറ്റവും പറയാ. അടുത്ത ക്വസ്റ്റ്യൻ. മെസ്സേജസ് ഓർ കോൾസ്? അതെന്താ മെസ്സേജ് ഇഷ്ടല്ല? ഇതെന്താണോ ഇത്? എന്തെങ്കിലും ഒന്ന് പറയാന്നിട്ട് അപ്പുറത്ത് ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ കാണിച്ചത്. അല്ല, മെസ്സേജ് അയക്കാൻ ഇഷ്ടമല്ല? ഇഷ്ടമാണോ? പിന്നെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. മുണ്ടും ഷർട്ടും ഓർ മോഡേൺ ഡ്രസ്? മുണ്ടും ഷർട്ടും ഇഷ്ടമാണ്, മോഡേൺ ഡ്രസ്സും ഇഷ്ടമാണ്. അങ്ങനെയല്ല. അല്ല അപ്പൊ അതെന്താ അത്? ആ ചോദ്യം അത് റദ്ദ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരം കറക്റ്റ് റദ്ദാക്കി. മുണ്ട് ഷർട്ട്. പക്ഷെ ഇക്കാക്ക് മോഡേൺ ഡ്രസ് ആണ് കൂടുതൽ ചേരുന്നതാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഹ്യൂമർ റോൾ ഓർ ക്യാരക്ടർ റോൾ ഞാൻ ചോദിക്കുന്നില്ല. ഇക്ക പറഞ്ഞു, ആദ്യമേ പറഞ്ഞു ഹ്യൂമർ റോൾ ആണ്. ഓക്കെ, കഴിഞ്ഞു. ഹാപ്പി ആയില്ലേ? നീ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അടുത്ത്? ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലും പറ പ്ലീസ്. ഞാൻ എത്ര നേരം ചോദിച്ചതല്ലേ, എന്തെങ്കിലും എന്റെ അടുത്ത് പറ. എന്തെങ്കിലും പറഞ്ഞ ഇടിപ്പിച്ചു വിടാനൊക്കെ കാറിന്റെ തീരാറായി ചേട്ടാ. ഇതൊക്കെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. നല്ല
ആക്ച്വലി നന്നായിട്ടുണ്ടായിരുന്നു. സത്യം പറയും. സത്യത്തില് വളരെ കൊള്ളാം. പ്രൊമോഷൻ കൊടുക്കാം കേട്ടോ ആൾക്ക്. ഇപ്പൊ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഫാമിലി മെമ്പർ ആണല്ലോ. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ? ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഏതാ കണ്ടേക്കുന്നേ? ചിലതിൽ ചുമ്മാ പറഞ്ഞല്ലേ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരാ ഞാൻ ആരാ? മഞ്ജു വാര്യർ. എനിക്ക് അറിയില്ലല്ലോ. അല്ല, സങ്കടമൊന്നുമില്ല, വന്നപ്പോ തൊട്ട് അപമാനിക്കലായിരുന്നു. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ ശരിക്കും ലുലുമാളിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഫൈവ് സ്ലീവ് ഒക്കെ യൂത്തും പിള്ളേരൊക്കെ ഇടുന്ന അങ്ങനെയല്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ഏതെങ്കിലും ചെക്കന്മാരായിരിക്കും വിചാരിച്ചു, പെട്ടെന്ന് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇക്കാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ അങ്ങനെ ഞെട്ടി. അപ്പൊ എന്റെ ആ ഒരു ഞെട്ടല് കണ്ടിട്ട് ഇക്കയും ഞെട്ടി ചിരിച്ചു. അപ്പൊ ഞാൻ ഒന്നും പറയാനില്ല. അപ്പൊ മൈൻഡ് ചെയ്തില്ല, ചിരിച്ചു. പിന്നെ എനിക്ക് വന്ന് സംസാരിക്കാൻ ഒരു എന്തോ പോലെ ആയിരുന്നു. എന്തോ തിരക്കിലങ്ങ് പോവായിരുന്നു. എനിക്ക് അങ്ങനെ കണ്ടതായിരിക്കും, പക്ഷെ അങ്ങനെ ഓർത്തില്ല. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മളിപ്പം സംസാരിച്ചതിനും ചിരിപ്പിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഹാപ്പിയാണ്.